ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ മുടി വെട്ടാൻ പോവാട്ടോ. മുടിയൊക്കെ ആകെ തിക്കായിട്ട് നിൽക്കണം. ഇങ്ങനെ ചൂടല്ലേ, നല്ല വേർപ്പാണ് അവന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മുടിയൊക്കെ വെട്ടി സെറ്റാക്കാൻ പോവാണ്. നമുക്ക് താഴെ തന്നെ ഉണ്ട്, സലൂണുണ്ട്. അപ്പോൾ കുട്ടികളുടെ മുടി അവിടെ വെട്ടാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ മുടി വെട്ടാൻ പോവാണ്. പിന്നെ ഇത്രയും ദിവസം കൂടി ഇരുന്നിട്ട് ഞങ്ങൾ കളർ ചെയ്താണ് കേട്ടോ. ഇത് മോള് പെയിൻറ് ചെയ്തതാണേ, ക്യാൻവാസിൽ. ഇത് മോൻ്റെ ഞങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടോ. ആദ്യം മോള് ഇതിൽ പെയിൻറ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിൽ കളറൊന്നും ശരിയാവണ്ടായപ്പോൾ അവൾക്ക് സങ്കടമായി. അപ്പോൾ ഫുൾ ബ്ലാക്ക് അടിച്ചു. അപ്പം ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കളർ ചെയ്തതാണ് കേട്ടോ. ഇത് പെയിൻറ് ചെയ്തത്. ഇത് മോൻ്റെ, ഇത് മോളുടെ. പിന്നെ ഞങ്ങൾ മുടി വെട്ടിയിട്ട് വരട്ടെ കേട്ടോ. നമ്മള് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നേരം വൈകിട്ടാണ് കഴിച്ചത്. അപ്പോൾ പിന്നെ ലഞ്ച് ഇത്തിരി നേരം വൈകിയാലും കുഴപ്പമില്ല. ഇന്ന് ലഞ്ചിന് വലിയ സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ. ചോറ് വെച്ചിട്ടേ ഉള്ളൂ. ഇന്ന് ഉണക്കപ്പയറാണ് വെക്കുന്നത്. ഉണക്കപ്പയർ വെറുതെ കുത്തിക്കാച്ചിയത് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. മോൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാണ്. എനിക്കോണു പ്രത്യേകിച്ച് തൃശ്ശൂരുകാർക്കാന്ന് തോന്നി ഉണക്കപ്പയർ, പരിപ്പ് കുത്തിക്കാച്ചിയത്, മുതിര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമുക്കിന്ന് ഉണക്കപ്പയർ കുത്തിക്കാച്ചിയതാണ്. പിന്നെന്താ, വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. ഇപ്പം മോൻ മുടി വെട്ടി വന്നതിൻ്റെ ഭയങ്കരമായ കുളിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി, ഫ്രീക്കായിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പം ഞാനെപ്പോഴും കുറച്ച് കുപ്പികൾ ഇതേ കഴുകാനുണ്ട്. അതായത് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെ ഇട്ട് വെക്കുന്ന കുപ്പികൾ വൺസ് ഒന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിതൊക്കെ നന്നായി കഴുകി ഡ്രൈ ആക്കിയിട്ടാണ് പിന്നെ അടുത്തത് പൊട്ടിച്ചിടുള്ളൂ. കാരണം ഇല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇതിലിടുമ്പോൾ നമുക്ക് കുപ്പി കഴുകാനുള്ള നേരം കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുപ്പികൾ ഏതൊഴിഞ്ഞാലും, ഇതിപ്പോൾ കുരുമുളകിൻ്റെ ആയിരുന്നു, കുരുമുളകിൻ്റെ, കടുകിൻ്റെ, പിന്നെ ഇത് കുത്തിപ്പൊടി മുളക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പാത്രങ്ങളായിരുന്നു. അപ്പോൾ ഏത് പാത്രങ്ങളായാലും ഒഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാത്രത്തിൻ്റെ ഭംഗിയും ആ ടോപ്പിൻ്റെ ഭംഗിയൊക്കെ എപ്പോഴും വൃത്തിയായിട്ടിരിക്കും. ഇപ്പം അതുപോലെ തന്നെ വെളിച്ചെണ്ണ വെച്ചിരിക്കുന്ന പാത്രമാണെങ്കിലും വൺസ് ഒരു ബോട്ടിൽ വെളിച്ചെണ്ണ, ഇപ്പം ഞാൻ ക്യാനിൽ ഉപയോഗിക്കുന്നത്, സാധാരണ ഞാൻ ചില്ലിൻ്റെ കുപ്പിയിൽ ഉപയോഗിക്കുന്നത്. ഞാൻ കഴുകി വെച്ചേക്കാം, അതിന് ഞാൻ എടുത്തിട്ടില്ല. അത് കഴുകിയിട്ടാണ് പിന്നെ അതിലൊഴിച്ച് വെക്കുക കേട്ടോ. നമ്മൾ അങ്ങനെ കഴുകിയില്ല എങ്കിലാണ് നമ്മൾ കണ്ടിട്ടില്ലേ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ടോപ്പിൽ നമുക്ക് എന്ത് പൊടിയാന്ന് ഉള്ളിലേക്ക് നോക്കണ്ട, ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ്. ഫുൾ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ അങ്ങനെ ടോപ്പിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ എപ്പോഴായാലും നമ്മൾ കുപ്പികൾ കഴുകി ഉണക്കി ഉപയോഗിക്കുമ്പോൾ കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ കുപ്പികളൊക്കെ എനിക്കിന്ന് വാഷ് ചെയ്യണം. പിന്നെ എനിക്കിനി ഇന്ന് ഡോക്ടറെ കാണാൻ പോകാനുണ്ട്. അപ്പം അങ്ങനെ ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഡോക്ടറെ കാണാൻ പോകാൻ നമുക്ക് താഴെ തന്നെയാണ് ക്ലിനിക്ക്, തൊട്ട് താഴെ തന്നെ നമുക്ക് ക്ലിനിക്ക് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ദൂരേക്കൊന്നും പോകാനില്ല, തൊട്ട് താഴെ പോയാൽ മതി. ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഞാൻ കാണുന്ന ഡോക്ടർ അവിടെ വരിക. 3 മണിക്കെന്ന് പറയുമ്പോൾ പിന്നെ അധികം തിരക്കില്ലാത്ത സമയമായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പണികൾ. ഈ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഒതുക്കി പറക്കി വയ്ക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ. ഇതാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കുന്ന പാത്രം. ഇത് ഐക്കേന്ന് വാങ്ങിച്ചതാട്ടോ. ഇത് മേടിച്ചിട്ട് ഒരു 2 വർഷമായിട്ടുണ്ട്. ഇതിലൊരു തുരുമ്പോ ഒന്നുമില്ല. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നത് തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ കഴുകി വെച്ചേക്കാം. കഴുകി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചേക്കണേ. പണ്ടൊക്കെ ഞാൻ ഓയിൽ ഉപയോഗിക്കുമായിരുന്നു, വെളിച്ചെണ്ണ ഉപയോഗിക്കുമായിരുന്നു. അപ്പം ഞാൻ ഒരെണ്ണത്തിൽ ഓയിൽ ഒഴിക്കും, ഒരെണ്ണത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കും, അങ്ങനെയായിരുന്നു. ഇപ്പോൾ പിന്നെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കോക്കനട്ട് ഓയിൽ മാത്രമാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാറില്ല. അപ്പം ഞാൻ ഇതിൽ ഒരെണ്ണം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് കഴുകി വെക്കുമ്പോൾ ഇത് ഉപയോഗിക്കും, ഇത് കഴുകുമ്പോൾ ഇത് ഉപയോഗിക്കും. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ഇങ്ങനെയാണ് മേടിക്കുന്നത്. ഇപ്പം ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇതിൽ നിന്ന് തന്നെ ഉപയോഗിക്കുക ചെയ്യുന്നത്, ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല. നമ്മൾ വന്നിട്ട് കുറച്ച് നേരമായി. അപ്പോൾ നാടൻ തൈര് കേട്ടോ, നമ്മുടെ മോരും വെള്ളമില്ലേ, തലാലിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചപ്പോൾ അതിൻ്റെ ഒപ്പം മേടിച്ചതാണേ. നല്ല അടിപൊളി നാടൻ തൈര്. നമ്മൾ വെയിലത്ത് നിന്ന് കയറി വരുമ്പോൾ ഒരിക്കലും പെട്ടെന്ന് തന്നെ തണുത്ത വെള്ളത്തിൽ കുടിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇപ്പം കുറച്ച് നേരമായി. അപ്പം ഞാൻ ഇതിനത്ര തണുപ്പില്ല, നല്ല അടിപൊളി കിക്കാണ് കേട്ടോ, സൂപ്പറാണ്.
ഞാൻ കുപ്പികളൊക്കെ കഴുകിയിട്ട് ഒരു മുറ എടുത്തിട്ടുണ്ട്, അതിലൊരു തുണി വിരിച്ചിട്ട് അതിലേക്ക് വെക്കാണ് കേട്ടോ. ഇവിടെ വെക്കാം, ഇവിടെ നല്ല വെയിലുണ്ട്, പക്ഷെ അവിടെ നമുക്ക് അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എങ്ങാനും വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ കിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ കഴുകി നമുക്ക് ബാൽക്കണിയിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ, ഇവിടെ വെയിൽ പിന്നെ നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്ത് കിട്ടും. അതുപോലെ ഇപ്പോൾ നാട്ടിൽ നിന്ന് പരിപ്പ്, കടല, അങ്ങനെ ഉഴുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ കൊണ്ടുവരുന്ന സമയത്ത്, ഇപ്പം ഒന്നും അങ്ങനെ കൊണ്ടുവരാറില്ല, അങ്ങനെ ആ സമയത്താണെങ്കിൽ ഞാൻ മുറത്തിൽ അതൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇങ്ങനെ ആക്കി വെയിലത്ത് വെക്കാറുണ്ട് കേട്ടോ. നല്ല വെയിലുള്ളത് കൊണ്ട് തുണികളായാലും എല്ലാം നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് സംഭവം റെഡിയായി കിട്ടും. അപ്പം ഞാനത് ബാൽക്കണിയിൽ വെക്കട്ടെ കേട്ടോ. നമ്മളുടെ പയറ് വെന്തു. ഞാൻ ദേ പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ കിടന്ന് മുരിയട്ടെ. നമുക്ക് വൈകിട്ട് നമുക്ക് ചിക്കൻ കറി വെക്കണം. അപ്പോൾ ചിക്കൻ കറി വെക്കാനായിട്ട് സവാള അധികം വേണമല്ലോ. അപ്പം ഞാൻ സവാള ഇപ്പോഴേ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ നടു ചെത്തി വെക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് സവാളയുടെ ആ ഒരു എരിവെന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര സഹനീയമായൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ സവാള നേരത്തെ തന്നെ തൊലി കളഞ്ഞ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്കിനി വൈകുന്നേരമല്ലേ ചിക്കൻ കറി വെക്കണേ, അപ്പോഴേക്കും അരിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു എരിവ് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അന്നേരം തന്നെ അരിയാണെങ്കിൽ എനിക്ക് സവാള അരിഞ്ഞ് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ കണ്ണ് തുറക്കാൻ പറ്റാണ്ടാവും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഇതുപോലെ സവാള തൊലി കളഞ്ഞ് ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ ഈ ഇതുണ്ടല്ലോ അതും കൂടെ കളഞ്ഞ് ഇങ്ങനെ ആക്കി ഒന്ന് കഴുകി ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പം ഇനി വൈകിട്ട് അരിയാനെടുക്കുമ്പോഴേക്കും അതിൻ്റെ എരിവൊക്കെ പോയിട്ടുണ്ടാവും. നമ്മുടെ പയറിൻ്റെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ മുരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇന്നിപ്പോൾ പയറ് കുത്തി കാച്ചിയതും പിന്നെ മീൻ ഇന്നലെ വറ്റിച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കറിയും തൈരും പിന്നെ മോൾക്കും പപ്പടവും വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ചക്രം പോലത്തില്ലേ, കാറ്, ചക്രം, നക്ഷത്രം അങ്ങനത്തെ കളറുള്ള പപ്പടം, ആ പപ്പടം ഉണ്ട്. അപ്പോൾ അതും കൂടെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ധാരാളമാണ് കേട്ടോ. ഞങ്ങൾക്കപ്പോൾ ഞങ്ങളുടെ ഉച്ചയ്ക്ക് ഊണ് വിശാലാവും. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ പോയി ഇരുന്നു കേട്ടോ. ഇപ്പോൾ ഉണ്ടോ സിങ്കിൽ കുക്കറും പാത്രങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഒരുവിധം ചൂട് വരെയൊക്കെ, വെള്ളത്തിൻ്റെ ചൂട് വരെയൊക്കെ ഞാൻ കഴുകും. ഇപ്പോൾ നല്ല ചൂടായി, നല്ല തിളച്ച വെള്ളം പൈപ്പിൽ വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കഴുകാൻ പറ്റില്ല. അത് ഞാൻ പറയാം, ഈ ചൂട് കാലത്ത് ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ കുറച്ച് നേരം ഇങ്ങനെ അലമ്പായി കിടക്കും. കാരണം വെള്ളത്തിന് ഇനിയൊരു ചെറിയൊരു തണുപ്പ് വരുന്നവരെ അല്ലാതെ നമുക്ക് പാത്രം കഴുകാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പാത്രങ്ങളായാലും ഇവിടെ വെച്ചിട്ട് പോകും. നമ്മൾ സവാള തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി വൈകിട്ട് അരിയുമ്പോൾ സുഖമായിട്ട് അരിയാം. കൊണ്ടുവച്ചു ചൂടായിട്ടുണ്ട്. പപ്പടം വറക്കാം നമുക്ക്. ഇനി ഞാൻ നടുവിൽ കുത്തണില്ല, അപ്പോൾ പൊള്ളച്ച് വരുന്ന പപ്പടം ആവുമെന്ന് നോക്കാം. സാധാരണ ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ മക്കളെയൊക്കെ ഞാൻ വിളിക്കും കേട്ടോ. മോളെയും വിളിക്കും, മോനെയും വിളിക്കും. രണ്ടുപേരും കൂടിയിട്ടാണ് കറി കൊണ്ടുവന്ന് വയ്ക്കുക, പാത്രങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുക, ടേബിളുമേ അങ്ങനെയൊക്കെ ചെയ്യുക. രണ്ടുപേരെയും വിളിക്കും. ആ ഒരു സമയത്താണ് മോനെ ഇങ്ങോട്ട് വരുന്നൊരു സമയം. മോള് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ വരും. ചക്രം പോലത്തെ പപ്പടം കഴിഞ്ഞ ദിവസം പാക്കറ്റ് മേടിച്ചത് ഫുൾ കാറുകളായിരുന്നു കേട്ടോ. നമ്മളുടെ മിസ്റ്റർ ബീൻ്റെ കാറ് പോലെയായിരുന്നു. ഇന്നലെ ചെന്നപ്പോൾ കാറ് മാത്രമായിട്ടുള്ള പാക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞു വിജയണ്ണന്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളതാണ് മേടിച്ചത്. അതിലും കാറുണ്ട്, എന്നാലും ഫുൾ കാറല്ല. ഈ പപ്പടം ചിലപ്പോൾ ഇവർക്ക് മോന് ഞാൻ 4 മണിക്ക് കാപ്പിക്ക് ഒന്നും കഴിക്കാനില്ലാത്തപ്പോൾ ചിലപ്പോൾ ഇത് വറുത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആള് കട്ടൻ കാപ്പിയും ഇതും കഴിക്കും, ഇരുന്ന് കഴിക്കും. അവന് ഭയങ്കര ഇഷ്ടമായി പപ്പടം. എനിക്ക് ഞങ്ങളുടെ ഒരു അങ്കിള് ആന്ധ്രയിലുണ്ട്. അപ്പോൾ അവർക്ക് പപ്പടത്തിൻ്റെയൊക്കെ ബിസിനസ്സാണ്. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോഴാണ് ഇതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ഈ ചക്രവും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ പപ്പടം ഞങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ കുട്ടി ചെറുപ്പത്തിലേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അന്നൊന്നും നമ്മുടെ നാട്ടിൽ ഇതങ്ങനെ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആന്ധ്രയിലത്തെ ആൻറ്റിയോ അല്ലെങ്കിൽ ചേട്ടന്മാരോ ആരെങ്കിലും വരുമ്പോൾ അവർ മെയിനായിട്ട് വരിക ഒന്നല്ലെങ്കിൽ ഓണത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ നാട്ടിലെ പള്ളിപ്പെരുന്നാളുടെ സമയത്താണ് അവർ വരിക. അപ്പോൾ പള്ളിപ്പെരുന്നാളുടെ സമയത്ത് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ അച്ചപ്പവും കുഴലപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പം ആ സമയത്ത് ഉരുളിയിൽ താഴെ പോയി.
അപ്പൊ ആ സമയത്ത് ഉരുളിയിൽ നമ്മൾ അച്ചപ്പവും കുഴലപ്പൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ആ വെളിച്ചെണ്ണ ഇങ്ങനെ ബാക്കി ഉണ്ടാവും. അപ്പൊ ആ ഉരുളിയിലാണ് ഇതിട്ട് വറക്കുക. നമുക്ക് ചോറുണ്ണണ സമയത്തൊക്കെ ഇത് വറുത്ത് തരുമായിരുന്നേ. ഉരുളിയിൽ വറക്കുമ്പോ അത്ര എണ്ണയിൽ കിടന്ന് ഇത് ഇങ്ങനെ വറുത്ത് വരില്ലേ, അപ്പൊ ഭയങ്കരമായിട്ട് അത് വലിയ ഇതാവും ചക്രമൊക്കെ. സാധാരണ ഈ ചൂടുകാലം ആകുമ്പോ ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ പാത്രങ്ങൾ കിടക്കണ കാണുമ്പോ എനിക്ക് ദേഷ്യമാണ്. കാരണം എന്താ ചെയ്യാ, നമുക്ക് ഇത്രയും ചൂടാകുമ്പോ കഴുകാൻ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ ഉച്ച തിരിയണമെന്ന് കഴുകണമെങ്കിൽ. ഇപ്പൊ ചോറാണ് നേരെ ഇപ്പൊ എല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ, ഫുഡ് ഡെലിവറിക്ക് വേണ്ടിയിട്ട്. പപ്പടം കൊണ്ടുപോയി ഇന്നതിന് മേലെ വെച്ചിട്ട് കൊണ്ടു. താഴെ ഇടരുത് കേട്ടോ. ഇപ്പൊ ഇവിടെയുള്ള മാക്സിമം അലമ്പുകളൊക്കെ സിങ്കിലേക്ക് ആക്കിയിടാന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫുഡ് കഴിക്കാൻ പോ. നമ്മൾ നേരത്തെ കഴുകിയ ചില്ലും കുപ്പികളാണ് കേട്ടോ അവിടെ മുറത്തിലിരിക്കുന്നത്. നമുക്ക് ഇവിടെ ബാൽക്കണി ശരിക്കില്ല, നമ്മളത് സെറ്റ് ചെയ്തെടുത്തതാണ് അപ്പൊ തുണികളൊക്കെ ഇടാനായിട്ടേ. അപ്പൊ ഞാൻ ഇവിടെയാണ് കൊണ്ടുവന്ന് വെക്കുക. ഇവിടെ നല്ല വെയിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ കുപ്പിയും ഇതൊക്കെ ഉണങ്ങി കിട്ടും. ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചക്കത്തെ ലഞ്ച്. പയറുകറി ഉണ്ട്. ഇങ്ങനെയാണ് ഞങ്ങളുടെ തൃശ്ശൂരുകാരുടെ പയർ കുത്തിക്കാച്ചിയത്. സാധാരണ ഇത് ചാറ് ഇല്ലാതെ കട്ട പോലെ വെക്കും, അപ്പോൾ തൈര് മോര് കാച്ച അങ്ങനെ എന്തെങ്കിലും ചെയ്യും. പക്ഷെ ഇവിടെ കുത്തിക്കാച്ചി എന്ന് പറയുമ്പോൾ കൂടുതൽ ഇങ്ങനെ ചാറ് പോലെ വെക്കുക കേട്ടോ. മറ്റേത് കട്ടയായിട്ട് വെക്കും. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ചാറ് കറി ഉണ്ടാക്കും. പിന്നെ ഞങ്ങൾക്ക് മീൻകറി ഉണ്ട്, പപ്പടം വറുത്തുണ്ട്, തൈരുണ്ട്, ചോറുണ്ട്. അപ്പോൾ ഇന്നിങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഉച്ചക്കത്തെ ലഞ്ച്. ലഞ്ച് കഴിക്കാൻ പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. സാധാരണ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചായ കുടിക്കുമ്പോൾ TV ഒക്കെ കണ്ടിട്ടാണ് സാധാരണ കഴിക്കാറ്. ഈ ഒരു വെക്കേഷന് വന്നപ്പോൾ തൊട്ട് മക്കളെ ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചൊരു കാര്യമാണ്. ഞാനാണെങ്കിലും TV കാണണ്ട, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, TV കാണേണ്ടത്. അപ്പം അത് പുതിയൊരു ശീലം ഞങ്ങൾ തുടങ്ങി വെച്ചതാട്ടെ. പലപ്പോഴും അത് ചിന്തിക്കാറുണ്ട് അങ്ങനെ ചെയ്യണം എന്നൊക്കെ, പക്ഷെ പറ്റാറൊന്നുമില്ല. നമ്മളിങ്ങനെ TV കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പൊ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രാത്രി ചിലപ്പോൾ വീട്ടിലേക്കൊക്കെ വിളിക്കുമ്പോൾ അമ്മാമ്മ ചോദിക്കുകയാണ് എന്താ കറിയായിരുന്നേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ചിലപ്പോൾ മോനൊക്കെ ആണെങ്കിൽ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല എന്തായിരുന്നു ഉച്ചയ്ക്ക് കറിയെന്ന്. കാരണം കറി എന്താ കഴിച്ചേ, ഭക്ഷണം എന്താ കഴിച്ചതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നത് TV-യിലെ പ്രോഗ്രാമുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം തൊട്ട് അങ്ങനെ വേണ്ടാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളതൊരു ട്രെയിൻ ചെയ്ത് ഇപ്പൊ ഇത്രയും ദിവസങ്ങളായിട്ടും ഞങ്ങൾ അത് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ഈവൻ 4 മണിത്തെ കാപ്പി കുടിക്കുന്ന സമയത്താണെങ്കിലും ഞങ്ങൾ സാധാരണ സെറ്റ് ചെയ്യുമ്പോൾ ഇരുന്ന് ഒക്കെയാണ് ഞങ്ങൾ കഴിക്കാറ്. TV-യിലെ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട്. ഇപ്രാവശ്യം വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചയ്ക്ക് ലഞ്ച് ആണെങ്കിലും കാപ്പി കുടിക്കാനാണെങ്കിൽ ഡിന്നർ കഴിക്കാനാണെങ്കിൽ TV ഓഫ് ചെയ്ത് ടേബിളും ഇരുന്നിട്ടാണ് കഴിക്കാറ്. അപ്പൊ അതൊരു നല്ല ശീലമാണ്. പിന്നെ ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ വർത്താനം പറയാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ വർത്താനൊക്കെ ഞങ്ങൾ പറയും, എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും. എന്നാലും TV കാണാതെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സംസാരിക്കും, പിന്നെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കും. അപ്പം അത് നല്ലൊരു ശീലമാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അതങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫുഡ് കഴിക്കുന്ന സമയത്ത് TV ഒന്നും കാണാതെ നമ്മൾ എന്ത് ഫുഡാണ് കഴിക്കുന്നത് അതിൻ്റെ കളറും അതിൻ്റെ രുചിയും ഒക്കെ ആസ്വദിച്ച് വർത്താനം പറഞ്ഞ് അങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കണം കേട്ടോ. സമയം 5:30 ഇപ്പോഴാണ് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് തൊടാറായത്. അപ്പം ഞാൻ പാത്രമൊക്കെ നിരന്ന് കിടക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കണ്ടു, മെഡിസിനൊക്കെ മേടിച്ചു. അപ്പം ഞാൻ വന്നിട്ടിപ്പോൾ ചിക്കൻ കഴുകി വെക്കാൻ വിചാരിച്ചു. കഴുകി വെള്ളം വാലാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ തിരുമ്മി വയ്ക്കാമല്ലോ. മേരിമോള് കാപ്പി വെച്ചു. പിന്നെ കാപ്പി കുടിച്ച് കഴിഞ്ഞ് വരണ നേരം വരെ ചിക്കൻ്റെ വെള്ളം ഇരുന്ന് വാലട്ടെ എന്ന് വിചാരിച്ചു. മെഡിസിൻ മേടിക്കാൻ പോയിട്ടിന്ന് അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ക്ലിനിക്ക് കുറച്ച് നാളുകളായിട്ട് പണിയൊക്കെ നടക്കായിരുന്നു അവിടെ. അപ്പം ഞാൻ അത് ഓപ്പൺ ആയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഭയങ്കര തിരക്കായിരിക്കും, പക്ഷെ തിരക്കൊന്നും ഉണ്ടായില്ല. 3-4 പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കണ്ടു. നാട്ടിൽ നമുക്ക് IP അഡ്മിഷനായ മാത്രമല്ലേ ഇൻഷുറൻസ് കിട്ടുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് അഡ്മിഷൻസ് കുറവാണ്. ഇവിടെ നമ്മൾ കൂടുതലും OP-യിൽ പോയി ഡോക്ടറെ കാണുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിവിടെ OP-യും കവേർഡാണ്. അവിടുന്ന് ഭയങ്കര കാറ്റാ. അപ്പൊ കാറ്റ് വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫായി കിടക്കാണെന്ന് ഞാൻ ചിലപ്പോൾ അറിയില്ല. അതുകൊണ്ടാണ് ഭയങ്കര കാറ്റ്.
അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ചിക്കനൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചിക്കനിലേക്ക് ഇടാനായിട്ട് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവാള വഴറ്റേണ്ട ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി നമ്മുടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. കാരണം അത്രയും സമയം തന്നെ വേണം ചിക്കൻ കറിക്ക് സവാള വഴങ്ങണമെങ്കിൽ. അപ്പം ഞാനെപ്പോഴും അങ്ങനെ ചെയ്യുക. പിന്നെ സവാള ആണെങ്കിലും നന്നായി വഴണ്ടാൽ തന്നെയാണ് ചിക്കൻ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സവാള ഞാൻ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ സുഖമായിട്ട് അരിഞ്ഞു. കാര്യം ഇപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്കിവിടെ എനിക്കായാലും ഇലക്ട്രിക്കിൻ്റെ ചോപ്പർ ഉണ്ട്, അതിലിട്ടാൽ മതി. പക്ഷെ ചോപ്പറിലിടുമ്പോൾ നമുക്ക് സവാള നല്ല നീളനെയല്ല വരിക, അതിങ്ങനെ കറുമുറ് കഷ്ണങ്ങളായിട്ടാണ് വരിക. എനിക്ക് അങ്ങനെ ചിക്കൻ കറിയിൽ സവാള കാണുമ്പോൾ എന്തോ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരിയുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ നീരാണ് പ്രശ്നം. അപ്പം ഞാനത് രാവിലെ തന്നെ എത്രയോ നേരത്തെ ആണെങ്കിൽ നേരത്തെ തൊലി കളഞ്ഞ് അങ്ങനെ ചെത്തി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അരിയുമ്പോൾ ഒരു പ്രശ്നവുമില്ല, കണ്ണിന് ഒരു വെള്ളം വരെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇനി ഇതെന്തായാലും വഴലട്ടെ. അപ്പോൾ നമ്മുടെ കുരുമുളക്, നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് കുരുമുളക് പൊടിച്ച് ആക്കാനുണ്ടായിരുന്നു. കുരുമുളക് നമ്മൾ മുഴുവൻ കുരുമുളക് മേടിച്ചിട്ട് ഇങ്ങനെ മിക്സിയിൽ ഞാൻ പൊടിക്കുക ചെയ്തത്. അപ്പോൾ ഉണ്ട് നമ്മുടെ ബോട്ടിലൊക്കെ നല്ല ഭംഗിയായി. എപ്പോഴും നമ്മൾ ഇതൊക്കെ ഇപ്പം ചെറിയ ബോട്ടിലല്ലേ, ഇതൊന്നും തീരാനായിട്ട് അധികം സമയമൊന്നും എടുക്കില്ല. അപ്പോൾ നമ്മൾ കഴിയുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിലൊക്കെ നല്ല ഭംഗിയിലിരിക്കും. ഇത് ഞാനിപ്പോൾ അത്യാവശ്യം തരികളുള്ള ഇതായിട്ടാണ് പൊടിച്ചേക്കുന്നത്. ഇത് നമ്മൾ മെയിനായിട്ട് ഇങ്ങനത്തെ ഇത്രയും തരികളുള്ളത് എടുക്കുന്നത് കറികളിൽ ഇടാനായിട്ടാണ്. ഇത് ചിക്കൻ കറി, നമ്മുടെ ബീഫ് കറി, എന്ത് കറി വെക്കുമ്പോൾ കറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ ഇത്തിരി തരിയുള്ളതാണ് ഇതിലാക്കി വെക്കുന്നത്. കാരണം ഇതെന്തായാലും നമുക്ക് ഇങ്ങനത്തെ ടോപ്പാണ്, അപ്പോൾ നമുക്ക് തുറന്ന് സ്പൂൺ വെച്ച് ഇനി എടുക്കാൻ പറ്റുള്ളൂ. ഒരു പാക്കറ്റ് കുരുമുളകിൻ്റെ ഇതാണ് ഞാൻ ഇത്രയേ പൊടിച്ച് വെച്ചിട്ടുള്ളൂ. കുരുമുളകാണെങ്കിലും നമ്മൾ കുറേ പൊടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോവും, ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ പോവും. അപ്പോൾ ഇത്രയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ നമ്മൾ അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ അത് തീരും. പിന്നെ നമുക്കത് തീരുമ്പോൾ ഫ്രഷായിട്ട് വീണ്ടും പുതിയത് പൊടിച്ച് വെക്കാം. സവാള ഇവിടെ ആവുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ അടിച്ചതിൻ്റെ ബാക്കി ഇത്രയുണ്ട്. ഇത് നല്ലോണം നൈസാക്കി പൊടിച്ചിട്ട് ഈ കുപ്പിയിലിട്ട് വെക്കും. കാരണം ഇത് മെയിനായിട്ട് എടുക്കുക നമ്മൾ മുട്ട രാവിലത്തെ സമയം നമുക്കിവിടെ മുട്ടയാണ് എപ്പോഴും മിക്കവാറും ബുൾസയും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇടാനായിട്ടാണ്. അപ്പോൾ ഈ ഹോളിൽ കൂടെ വരണമെന്നുണ്ടെങ്കിൽ നല്ലോണം നൈസായിട്ടായിരിക്കണം പൊടിക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായി നൈസാക്കിയതിന് ശേഷം ഇതിലിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബുൾസയിലേക്ക് ഇടാനുള്ളതും നല്ല നൈസായിട്ടുള്ള പൊടി ഞാൻ പൊടിച്ചിട്ടുണ്ട്. ചൂടും കുരുമുളകിൻ്റെ ആ ഒരു എരിവും കൂടി ആകുമ്പോൾ മുഖമൊക്കെ പുകയണം. ഈ ബോട്ടിലാണെങ്കിലും നമ്മൾ നേരത്തെ കാണിച്ച ബോട്ടിൽ, പിന്നെ ഇത് വെക്കുന്ന ഈ സ്റ്റാൻഡ്, ഇതൊക്കെ നമ്മൾ ഐക്യന്ന് മേടിച്ചതാട്ടോ. ഇതൊക്കെ എത്രയോ നാൾ മുന്നേ മേടിച്ചതാണെന്നറിയോ. ഇതിൻ്റെ വായുവട്ടം ഇത്തിരി കുറവായി കുപ്പിയുടെ. അപ്പോൾ കുറച്ചൊക്കെ പ്ലേറ്റിലേക്ക് പോകും, അത് കഴിഞ്ഞ് ഞാൻ പ്ലേറ്റിൽ നിന്ന് എടുത്തിടും. നന്നായി നൈസായാലാണ് ഇതിൻ്റെ ഈ ഹോളിൽ കൂടെ വരുള്ളൂ. ഇതിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ചിലവുള്ളത്. കാരണം രാവിലെ മിക്കവാറും ഇവിടെ ചീസും മുട്ടയും അങ്ങനത്തെ പരിപാടികളാണ് ഇവിടെ കൂടുതൽ. അപ്പം മക്കൾ വന്നപ്പോഴാണ് പിന്നെയെങ്കിലും വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഇവിടെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ചിലവുള്ളത് ഈ നൈസായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളക് പൊടിക്കാണ്. ഇത് പിന്നെ ഇപ്പം ഞാൻ കുറച്ച് പൊടിച്ച് വെച്ചേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ നാട്ടിൽ പോകുന്നതിന് മുന്നേ ഇത്ര മതിയാവും, അതിനുള്ളത് തീരും. അതുകൊണ്ടാണ് ആ കുരുമുളകായാലും ഇതായാലും ഞാൻ ഇത്രയും കുറച്ചായിട്ട് പൊടിച്ച് വെച്ചേക്കണം. അല്ലെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് നിറച്ച് വെക്കാറുണ്ട്. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം നാട്ടിൽ പോകാറാകുമ്പോഴേക്കും അത് തീരും. അതാണ് ഞാൻ കുറച്ച് ആക്കി വെച്ചത്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന കുത്തിപ്പൊടി മുളകൊക്കെ ആയിരുന്നു, അതൊന്നും ഞാനിനി നിറച്ച് വെക്കുന്നില്ല. ഇനിയിപ്പോൾ അത് തീരട്ടെ. ഇനി നമ്മൾ കുത്തിപ്പൊടി മുളകാണെങ്കിലും നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. അപ്പം ഇനി ആവശ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ വലിയ ബോട്ടിൽ ഇരിക്കുന്നുണ്ട്, അതിൽ നിന്ന് എടുത്ത് കറിയിലേക്ക് ഇടാം. എന്തായാലും ആ കുപ്പിയൊക്കെ കഴുകി വെച്ചതല്ലേ, അപ്പോൾ വൃത്തിയായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ കഴുകട്ടെ. ഇനി ഈ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പാത്രം കഴുകാനൊന്നും ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് പാത്രമൊക്കെ കഴുകി വെക്കാം, അപ്പം തന്നെ കഴുകി വെക്കാം. ഈ പാത്രങ്ങൾ അപ്പം തന്നെ കഴുകിയില്ലെങ്കിലാണ് നമുക്ക്
കിച്ചണിൽ ജോലി ചെയ്യാനായിട്ട് ദേഷ്യം വരാം. അപ്പം ഇന്നലെ നമ്മൾ പുറത്ത് പോയപ്പോഴേ കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് അധികമൊന്നുമില്ല, എല്ലാം ഒരു വൈറ്റ് കളർ ടോണുള്ളത് തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നൊക്കെ. അപ്പം അതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ കഴുകാനിട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇനി കൊണ്ട് വിരിച്ചിടണം. കാരണം നമ്മൾ പുറത്തുനിന്ന് തുണികൾ മേടിക്കുമ്പോഴേ എല്ലാവരും ഇട്ട് നോക്കിയിട്ടും വെച്ച് നോക്കിയിട്ടൊക്കെ ഉള്ളതാവുമല്ലോ. പിന്നെ നമ്മൾ ഈ തുണിക്കടയിൽ ചെല്ലുമ്പോൾ ഒന്നാമത് എനിക്ക് ഈ പൊടിയുടെ അലർജി കാര്യമായിട്ടുള്ളത് കൊണ്ട് തുണിക്കടയിൽ നിന്ന് മേടിച്ച് കൊണ്ടുവന്ന തുണിക്കടയിലേക്ക് നമ്മൾ തുണികളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ എനിക്ക് തുമ്മലും ചീറ്റലും ചുമയൊക്കെ വരും. അപ്പോൾ നമ്മളത് മേടിച്ച് വന്ന് ഒരു ഫസ്റ്റ് സോപ്പും പൊടി ഒന്നും ഇടില്ല, വെറുതെ ഒരു റിൻസ് ആൻഡ് സ്പിന്ന് അടിച്ച് കളഞ്ഞ് തുണികളൊക്കെ വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷമാണ് നമ്മളത് ഉപയോഗിക്കുള്ളൂ കേട്ടോ. സാരിയൊക്കെ മേടിച്ചാലൊന്നും കഴുകില്ല. ഇങ്ങനത്തെ ഇപ്പം കുട്ടികളുടെ ഡ്രസ്സ് മെയിനായിട്ട്, പിന്നെ നമ്മളുടെ ഈ ജീൻസിൻ്റെ മേലെ ഉള്ള ടോപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോഴേ കുറേ പേരൊക്കെ ഇട്ട് നോക്കിയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ പിന്നെ അങ്ങനെ കൂടുതലും ഇട്ട് നോക്കില്ല. എനിക്ക് നമ്മുടെ സ്ഥിരം മേടിക്കുമ്പോൾ മാക്സിന്ന് മേടിക്കുന്നു അല്ലെങ്കിൽ സ്പ്ലാഷിന്ന് മേടിക്കുന്ന പറയുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ഒരു സൈസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ സൈസ് നോക്കി ടോപ്പ് സെലക്ട് ചെയ്ത് മേടിക്കും. പക്ഷെ പലരും ഇട്ട് നോക്കിയിട്ടൊക്കെ മേടിക്കുക. അത് ഇട്ട് നോക്കുമ്പോൾ നമ്മളുടെ ഡ്രസ്സ് അഴിച്ച് നമ്മുടെ ബോഡിയിൽ തന്നെയല്ലേ നേരിട്ട് ഇടുകയല്ലേ. അപ്പോൾ ഞാനതുകൊണ്ട് പുതിയ ഡ്രസ്സ് മേടിച്ചാലും ഒക്കെ കഴുകിയതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു വൈറ്റ് ടോൺ ടച്ചിലുള്ളതൊക്കെ ആണെങ്കിൽ ഒരുമിച്ചിടും. അതല്ലാത്തതാണെങ്കിൽ ഫസ്റ്റ് വാഷല്ലേ, അപ്പോൾ നമുക്കറിയില്ല. നല്ല കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാനൊരു തുണ്ട് സോപ്പും വെള്ളം ആക്കിയിട്ട് അതിൽ മുക്കി വയ്ക്കും ബക്കറ്റിൽ. അപ്പോൾ അറിയാൻ പറ്റും നമുക്കത് കളർ ഇളകുന്നുണ്ടോയെന്ന്. കളർ ഇളകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് ടൈം തൊട്ട് നമുക്ക് ഏത് നമ്മളുടെ തുണികളുടെ കൂടെ ഇട്ടാലും അതിൽ നിന്ന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കാം. നമ്മുടെ സവാളയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. സാധാരണ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മീൻ വറക്കാൻ വേണ്ടി മാത്രമേ എടുക്കാറുള്ളൂ. ഇന്നിപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൽ ഓൾറെഡി ഞാനിങ്ങനെ തൊലി കളഞ്ഞ് വെക്കാറുണ്ട്. ഇഞ്ചിയും ചുവന്നുള്ളിയും പിന്നെ പച്ചമുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയൊക്കെ വെക്കാറുണ്ട്. അത് തീർന്നിരിക്കുക. അപ്പോൾ ഇനിയും കാരണം ഒരുമിച്ച് ചെയ്യാതിരിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ എടുക്കുന്ന ഒരു ആഴ്ചക്കുള്ളതൊക്കെ അങ്ങനെ എടുത്ത് ചെയ്യാതിരിക്കുമ്പോൾ അതവിടെ അങ്ങനെ ഇരുന്ന് ചെയ്തു പോകും. ഈ 2-3 എണ്ണമായിട്ട് ചെയ്യാൻ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഒരു മടിയുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ഓൾറെഡി ഫ്രിഡ്ജിൽ ചെയ്ത് വെക്കുന്നത്. അപ്പം ഇന്നിപ്പോൾ അത് തീർന്നേക്കാണ്. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഞാൻ കറികളിലൊന്നും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടില്ല. നമ്മുടെ സാധാരണ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചോ അരച്ചോ അങ്ങനെ ചേർക്കുള്ളൂ. ഇത് മെയിനായിട്ട് മേടിക്കുന്നത് മീൻ വറുക്കാനായിട്ട് തിരുമാൻ വേണ്ടിയിട്ടാണ് മേടിക്കുന്നത്. അപ്പം ഇതൊക്കെ ഇത് വഴലട്ടെ. ഞാൻ മിക്കവാറും കറികളിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് ഇടുന്ന ആളാണ് കേട്ടോ. ആ സമയത്ത് ഇങ്ങനെ ഓരോന്ന് ചില സമയങ്ങളിൽ നമ്മളുടെ സന്ദർഭം പോലെയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ എന്തായാലും അതാവാൻ സമയമുണ്ട്, എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ പൊടികളൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പം ഇനി ഒറ്റയടിക്ക് അതിലേക്ക് ഇട്ടാൽ മതിയല്ലോ. ഞാൻ പറയാറുള്ള പോലെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. എൻ്റെ കണ്ണിൽ കാണുന്നൊരു അളവാണ് എൻ്റെ കണക്ക് കേട്ടോ. ഞാൻ മിക്കവാറും ഒരു കിലോന് എൻ്റെ സ്പൂൺ ഉണ്ടോ, ഇത് വളരെ ചെറുതാണ്. 1 കിലോന് ഇതുപോലെ 2 എണ്ണമാണ് എടുക്കാറ്. പിന്നെ മുളക് പൊടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കളർ മാത്രമേ ഉള്ളൂ, എരിവൊന്നുമില്ല. എന്നാലും കളറായാലും നമുക്ക് കുറേ ആകുമ്പോൾ നമുക്ക് പേടിയാവില്ലേ. അപ്പം ഞാനൊരു 3-4 സ്പൂൺ എടുത്തിട്ടുണ്ട്. കാശ്മീരി പൊടിയാണ്. അപ്പം മഞ്ഞൾപ്പൊടി എടുത്തു, മല്ലിപ്പൊടി എടുത്തു, മുളക് പൊടി എടുത്തു. ഇനി ഇടുന്നത് ഗരം മസാല എടുത്തിട്ടുണ്ട്. എനിക്കങ്ങനെ അളവൊന്നും പറഞ്ഞു തരാനായിട്ട് അങ്ങനെ പ്രൊഫഷണലായിട്ടൊന്നും എനിക്കറിയില്ല. എനിക്ക് എൻ്റെ കണ്ണിൽ കാണുന്ന ഒരളവാണ് എൻ്റെ അളവ്. കുരുമുളക് പൊടി ഇട്ടു, പെരിഞ്ചീരകം, പെരിഞ്ജീരകത്തിൻ്റെ പൊടി എപ്പോഴും ബീഫിന് പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം. പിന്നെ മട്ടനൊക്കെ വെക്കുമ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം. അതുപോലെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് മുന്നിട്ട് കുറച്ചൊരു ഏലക്കായയുടെ ഒരു സ്മെല്ലും. ടേസ്റ്റ് ഏലക്കായ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് വരില്ല, പക്ഷെ അതിൻ്റെ ഒരു സ്മെല്ല് ചിക്കൻ കറിക്ക് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഞാനൊരു തുണ്ട് ഏലക്കായ ഇടും. ഞാൻ ഏലക്കായുടെ പൊടി ഇടുമ്പോൾ എപ്പോഴും മണപ്പിക്കും. കാരണം ഇവിടെ ചുക്കുപൊടി ഇരിക്കുന്നുണ്ട്, അത് തമ്മിൽ എനിക്ക് തെറ്റിപ്പോവേ. കുറച്ച് ഏലക്കായുടെ പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികളെല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി നമുക്കത്
ചൂടാകുമ്പോൾ ഒറ്റയടിക്ക് ഇട്ടാൽ മതി. അപ്പോൾ പൊടികൾ കരിയോന്നോ അങ്ങനെയുള്ള ടെൻഷനൊന്നുമില്ല. വിജയൻ്റെ അമ്മച്ചിയാണ് എൻ്റെ അടുത്ത് എപ്പോഴും പറയുക, മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മച്ചി പറയും പൊടികളൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് ചാലിച്ച് വെച്ചോ, അപ്പോൾ നമ്മൾ മുളകൊക്കെ മൂത്ത് വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ അത് കരിയില്ല എന്ന് പറയും. ഇപ്പം പിന്നെ അങ്ങനെയുള്ള പരിപാടിയല്ല. ഇപ്പം ഞാൻ എളുപ്പ പരിപാടിയായിട്ടുള്ളൊരു മീൻകറിയാണ് കേട്ടോ വെക്കാറ്. ഇന്നലെ ഞാൻ മീൻ വറ്റിച്ചത് കറി വെച്ചു. പക്ഷേ പെട്ടെന്ന് ധൃതി വന്ന് ഇന്നലെ രാവിലെ ഒരു ധൃതിയിലാണ് അത് വെച്ചിട്ട് പോയത്. ഇന്നലെ 1-2 സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ധൃതിയിലായതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും പിടിച്ചില്ല. അപ്പോൾ ഒരു ദിവസം നമുക്ക് ആ മീൻകറി വെക്കാം. ഇന്നിപ്പോൾ ഈ സവാള വഴണ സമയമുള്ളത് കൊണ്ടാണ് ഇത്രയും വർത്താനൊക്കെ പറയാൻ നിൽക്കുന്നത്. അവിടെ മോൻ ഭയങ്കര കട്ടക്കലിപ്പിലാണ്. കാരണം അവന് ഇവിടെ കോറിഡോറിൽ സൈക്കിൾ ഓടിപ്പിക്കാനായിട്ട്, താഴത്തെ പാർക്കിങ്ങിലാണെങ്കിലും സൈക്കിൾ ഓടിക്കാനായിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ സെക്യൂരിറ്റി ആംഗിൾ സമ്മതിക്കില്ല. കാരണം ഇവിടെ ഓടിപ്പിക്കുമ്പോൾ റൂമുകാർക്ക് ശബ്ദം, കാരണം കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ അവരൊക്കെ ഉറങ്ങുകയാണ്. അപ്പോൾ റൂമുകാർക്ക് ശല്യമല്ലേ സൈക്കിളിൻ്റെ സൗണ്ട്, അപ്പോൾ അതുകൊണ്ട് സമ്മതിക്കില്ല. പിന്നെ താഴത്ത് നമ്മൾ പോയി കളിക്കുമ്പോൾ കാറുകൾ വരുമോ പോവോ എന്നുള്ള ആൾക്ക് ടെൻഷനാണ്. ഭയങ്കര എന്താ പറയുക, ഒരു വീട് എങ്ങനെ കൊണ്ട് നടക്കുന്നുള്ള അത്രയും വൃത്തിയിലും സുരക്ഷിതത്വത്തിലാണ് ആ സെക്യൂരിറ്റി ഈ ഒരു ഫ്ലാറ്റ് മൊത്തം കൊണ്ട് നടക്കുന്നത്, ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് മൊത്തം കൊണ്ട് നടക്കുന്നത്. ഒരു കടലാസോ ഒന്നും നമുക്ക് കാണില്ല. എപ്പോഴും അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കി അങ്ങനെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ആൾക്ക് കുട്ടികൾ കാർ പാർക്കിങ്ങിൽ വന്ന് കളിക്കുന്ന ആൾ സമ്മതിക്കില്ല. അപ്പോൾ ഇവിടെയും കളിക്കാൻ പറ്റില്ല, കാർ പാർക്കിങ്ങിലും കളിക്കാൻ പറ്റില്ല. അപ്പം മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു പാർക്കിൽ പോകാമെന്ന്. ഈ ചൂടത്ത് എങ്ങനെ പാർക്കിൽ പോവും? പകല് മുഴുവൻ നല്ല ചൂട്, രാത്രിയാണെങ്കിലും നമുക്ക് ആ റോഡും ഒക്കെ ചൂടായി കിടക്കുന്നതിൻ്റെ ഒരു ആവിയൊന്നും അത്ര പെട്ടെന്നൊന്നും പോവില്ല. അപ്പോൾ പാർക്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അത് കാരണം മോൻ പറയാണ് 2 മാസം അവധി കിട്ടിയിട്ട് നാട്ടിലെല്ലാവരും കളിച്ച് ആഘോഷിച്ച് തിമിർത്തുണ്ടാവും, ഞാൻ മാത്രം ഇവിടെ വന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, ഇനി തൊട്ട് ഞാൻ ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞ് അവന് ഭയങ്കര സങ്കടത്തിലും ദേഷ്യത്തിലും ഇരിക്കുകയാണ് ആള്. ഞാനിനി ഇങ്ങോട്ട് വരില്ല, ഇനി അമ്മയും ചേച്ചിയും മാത്രം വന്നാൽ മതി, ഞാനിനി ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞ് ആള് വിഷമിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഒരു ഫോൺ എടുത്ത് കയ്യിൽ കൊടുത്തേക്കാം, കുറച്ചു നേരം ഗെയിം കളിച്ചെന്ന് പറഞ്ഞ് സോപ്പിട്ട് വെച്ചേക്കാം അവിടെ. അല്ലെങ്കിൽ പിന്നെ ഇതന്നെ പറഞ്ഞുകൊണ്ട് അമ്മ എൻ്റെ കൂടെ വായോ അമ്മ, താഴത്തേക്ക് പോവാമ്മ, അല്ലെങ്കിൽ അങ്ങോട്ട് പോവാമ്മ ഇങ്ങോട്ട് പോവാമ്മ എന്ന് പറഞ്ഞ് അവനിങ്ങനെ പിന്നാലെ നിൽക്കും എൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഫോൺ കൊടുത്തിട്ടുള്ള കാരണം അവിടെ ഇരിക്കുക. ഫോണിൽ അങ്ങനെ ഗെയിം കളിക്കാൻ എപ്പോഴും ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ എൻ്റെ ഒരു പെർമിഷൻ കിട്ടിയിട്ടിരുന്ന് കളിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷത്തിൽ ആളിരുന്ന് കളിക്കുക. അപ്പോൾ അത് കാരണം ഇപ്പം മിണ്ടാതിരിക്കുക അവിടെ. അപ്പോൾ ചിക്കൻ കറിയുടെ സവാളയൊക്കെ നന്നായി വഴണ്ട് ഞാൻ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പൊടിയൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് വഴറ്റാൻ നിന്നപ്പോഴേക്കാണ് എൻ്റെ ചേച്ചി UK-യിലാണ്. അപ്പോൾ ചേച്ചി ഫോൺ ചെയ്തു. എല്ലാ ദിവസവും ചേച്ചി വിളിക്കും. അപ്പോൾ അവർ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് വിളിക്കുന്നതല്ലേ. അപ്പോൾ ഞാനാണ് ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുന്ന ആൾ. അപ്പോൾ ഞാൻ വേഗം ഫോണൊക്കെ അവിടെ വെച്ച് ഞാൻ അവിടെ സംസാരിക്കാൻ പോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തക്കാളി വഴണ്ടു, ഞാൻ വന്ന് ചിക്കൻ പെട്ടെന്ന് ഇട്ടു. അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ചിക്കൻ ഇട്ടത് കാണാൻ പറ്റാഞ്ഞത്. അപ്പോൾ ചിക്കനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിക്കോളും. അപ്പോൾ ഇതിന് ഇവിടെ ഇരുന്നാവട്ടെ, മൂടി വയ്ക്കാം. കാര്യം നമ്മൾ എനിക്ക് തോന്നുന്നു പെൺകുട്ടികളാവുമ്പോൾ ചേച്ചി അനിയത്തിമാരാകുമ്പോൾ നമുക്ക് എപ്പോഴും ആ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ചേച്ചി എന്നെ എന്നും വിളിക്കും, എന്നാലും ഉണ്ടാവും നമുക്ക് വിശേഷങ്ങൾ പറയാനായിട്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ക്യാമറ അവിടെ വെച്ചിട്ട് ഞാൻ പോയത് കേട്ടോ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ കറി നോക്കാം. നമ്മൾ ചിക്കൻ കറി നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട്. ചാറ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്നും കൂടി ചൂടാക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കണേ, കുഴപ്പമില്ല. ഉപ്പൊരു പൊടിക്ക് കുറവാണ്. ഞാൻ പിന്നെ ലാസ്റ്റ് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴായാലും ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന പോലെ ഇത്തിരി സോയാ സോസ് ഒഴിക്കും. അപ്പോൾ ഈ സോയാ സോസിനൊരു ഉപ്പ് രസം ഉള്ളത് കൊണ്ട് ഇനി കുറച്ച് നേരം ഇരുന്നിട്ട് സെറ്റായോ നോക്കിയിട്ട് ഇനി ഉപ്പായിട്ടില്ലെങ്കിൽ മാത്രമേ ഞാൻ ഉപ്പിട്ട് കൊടുക്കുള്ളൂ കേട്ടോ. പിന്നെ ഇത്തിരി ടൊമാറ്റോ സോസ്. നമ്മൾ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ ഒരു തുണ്ട് മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് ചെറുതായിട്ട്, വല്ലാണ്ടാവരുത്. പിന്നെ ഞാൻ ഇവിടെ നല്ലൊരു കറിവേപ്പില ഒരു 3 കതിര് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇതിനിവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്നൊന്ന് സെറ്റ് ആവണം. അപ്പോൾ എപ്പോഴും ഒരു ഹെൽത്തി ഡിന്നർ എന്ന് പറഞ്ഞാൽ 8 മണി 7 മണിക്ക് മുന്നേ അല്ലെങ്കിൽ മാക്സിമം ഒരു 8 മണിക്ക് മുന്നേ തീർക്കണം എന്നുള്ളതാണ് കേട്ടോ ഒരു ഹെൽത്തി ഡിന്നർ.
ഞങ്ങളിപ്പോൾ ഒരു വെക്കേഷൻ മൂഡ് ആയതുകൊണ്ട് പിന്നെ അപ്പം വന്നിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ കഴിക്കുമ്പോൾ 10 മണിയൊക്കെ ആവും. അതൊരിക്കലും നല്ലതല്ല. കാരണം നമ്മുടെ ഡൈജഷൻ നടക്കണം. രാവിലെ നമുക്ക് മോർണിംഗ് നമ്മുടെ റുട്ടീൻസ് ഒക്കെ നടക്കണമെങ്കിൽ അതിനൊരു സമയം കൊടുക്കണം. അപ്പോൾ എപ്പോഴും അതാണ് എപ്പോഴും ഡിന്നർ സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ചിക്കൻ കറിയും പിന്നെ പത്തിരിയാണ്. പിന്നെ ഞങ്ങൾക്ക് വാട്ടർ മെലനും എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് നമ്മൾ രാത്രി കഴിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്രയും ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഫ്രൂട്ട്സ് എപ്പോഴും കഴിക്കുന്നത്. ഞങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും ഫ്രൂട്ട്സ് എല്ലാ ഫ്രൂട്ട്സും ഒരുവിധം ഫ്രൂട്ട്സൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ 7 മണിക്ക് 8 മണിക്കും കഴിക്കുമ്പോൾ പിന്നെ വിശക്കില്ലേന്ന് ചോദിക്കുന്നവരുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും നിസ്സാരം ഫ്രൂട്ട് കഴിക്കാം, അങ്ങനെയൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ ഇത് ഇന്ന് ഞങ്ങൾ തലാലി പോയപ്പോൾ കണ്ടതാട്ടോ പത്തിരി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ റെഡിമെയ്ഡ് പത്തിരി മേടിക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റിൽ 10 പത്തിരി ഉണ്ട്. കണ്ടപ്പോൾ നല്ല വെള്ള കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പത്തിരി കണ്ടതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന്. അപ്പം അങ്ങനെ പത്തിരി ഇത് റെഡി ടു ഈറ്റ് ആണ്. നമുക്ക് കുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഇങ്ങനെ കഴിച്ചാൽ മതി. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുക്കിംഗ്. ഇനിയിപ്പോൾ എന്താ, ഇനി വാട്ടർ മെലൺ ഒന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കണം. അപ്പോൾ ഞങ്ങളുടെ ഡിന്നർ ഇന്ന് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. അതുവരേക്കും ബൈ ബൈ.